നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ എന്തായാലും തിരുമേനി രാവിലെ തന്നെ എത്തുമല്ലോ. ആ പിന്നെ വിളിക്കാൻ കാറോ മറ്റോ വയ്ക്കണോ? ആ ശരി ശരി എന്നാ വെക്കട്ടെ. അപ്പൊ നാളെ കാണാം. ഓ ശരി ശരി ശരി. ആ വിഷ്ണുട്ടാ വാ, കഴിക്കാറായി. ആ കഴിക്കാം. ഞാൻ ശ്യാമയെ കൂടി വിളിച്ചിട്ട് വരാം. ആ ഇതെന്താ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട്? ഒന്നുമില്ല, ഇവിടെ കിടക്കാൻ പോവാ. ഇവിടെയോ? ഇടി, സാധാരണ എല്ലാരും ബെഡ്റൂമിലല്ലേ കിടന്നുറങ്ങുന്നേ? ദേ കുഞ്ഞിച്ചി, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പരിഹാസം വേണ്ട. നിലവിട്ടാ ഞാനെന്തെങ്കിലും പറഞ്ഞു പോവും. കൂടെ പിറപ്പാണെന്നൊന്നും നോക്കില്ല. ശ്യാമേ, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്കും അറിയാവുന്നതാ. ഇനിയിപ്പോ അഥവാ നീ പറയുന്ന പോലെ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ കുറ്റവും കെടുകാരസ്യാണെന്നോ എല്ലാം വെച്ചോ. ഇനിയിപ്പോ എന്തായാലും ചെയ്യാനുള്ളേ? നീ മറുപടി പറ. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞേച്ചി ഏട്ടനെന്നുള്ള എല്ലാ പരിഗണനയും മാറ്റിവെച്ച് ഞങ്ങളെ പരിഹസിക്കാം, അല്ലെങ്കിൽ തലേ ചവിട്ടിക്കോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? അല്ലെങ്കിൽ മറ്റൊരു പരിഹാരം ഉണ്ടാവുന്നവരെ ഇവിടെ ഞങ്ങളെയൊക്കെ പോലെ ജീവിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയുടെ കൂടി വീടല്ലേ ഇത്? ഇവിടെ വന്നിട്ട് വരാതിലും തൊഴിലൊക്കെയാണ് കിടക്കണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നടക്കണ്? നിന്റെ കുഞ്ഞേച്ചിക്ക് തന്നെയല്ലേ? പിന്നെ ഈ രോഹിത് ആരും കടന്നാക്രമിക്കുന്ന വന്യമൃഗമൊന്നുമല്ല. അത് നീ ആദ്യം മനസ്സിലായിക്കോ. വിഷ്ണുട്ടാ വേണ്ട. മനുഷ്യനെ വെറുതെ മോളെ, നീ ഇതൊക്കെ കാണിക്കുന്നത് പക്വത കുറവുണ്ടാ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയോടുള്ള വാശി തീർക്കാൻ. ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. ശരി, ഞാൻ റൂമിൽ തന്നെ കിടന്നോളാം. പിന്നെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടന്റെ അനിയത്തെ പോലെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. പക്ഷെ നാളെ എന്റെയോ അയാളുടെ പേരില് ദാമ്പത്യ പൂജയോ മാങ്ങാത്തലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. ശ്യാമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം ആദ്യം പറഞ്ഞപ്പോ ഞാൻ കരുതി ശത്രുക്കളോടെല്ലാം ക്ഷമിച്ച് മര്യാദക്ക് ജീവിക്കാൻ പോവാണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ നിനക്കിതെല്ലാം തോന്നിയെങ്കിൽ ഇതെല്ലാവർക്കും തോന്നണം. അവന്തിക ശത്രുക്കളോട് എല്ലാവരോടും ക്ഷമിച്ചു എന്നും ഇപ്പൊ സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുകയാണെന്നും. മര്യാദയ്ക്ക് ജീവിക്കുന്ന സച്ചേട്ടാ ഇക്കാലത്തെ ഏറ്റവും പാടുള്ള കാര്യം. സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ അതിനേക്കാളും പാടാം. ചിലപ്പോ നമ്മൾ ശ്രമിച്ചാലും ചുറ്റുപാടും കൂടെയുള്ളവര് അതിന് സമ്മതിക്കില്ല പലപ്പോഴും. അത് താൻ പറഞ്ഞ നേരെ. നമ്മളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടി നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ് മനുഷ്യത്വം. അത് ആവോളം എന്റെ ഭാര്യയ്ക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. എങ്കിലത് ഈ അവന്തികയ്ക്ക് തീരെയില്ല. സ്നേഹം, കാരുണ്യം, മനുഷ്യത്വം ഇതെല്ലാം ഒരു കുഴികുത്തി മൂടിയിട്ടാ അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് യാത്ര തിരിച്ചത്. യാത്രാമധ്യേ ഒരിടത്തും ഇപ്പതാ ഇവിടം വരെ മറ്റൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം, അല്ലെങ്കിൽ അത് അപകടം. നമ്മൾ കാണുന്നവരാവില്ല നമുക്ക് ചുറ്റും.
തെറ്റുള്ളവര് പല ആവർത്തി ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നത് മണ്ടത്തരോ. ഇതുപോലെ ഞാൻ നേരത്തെ കൂട്ടി ആലോചിച്ചതുകൊണ്ടാ പ്രശ്നങ്ങളൊക്കെ തീർന്നതും ഞാനിപ്പോ സന്തോഷമായിട്ട് സച്ചേട്ടനോടൊപ്പം ഉള്ളതും. അപ്പോ ഇനി പറയത്തക്ക പ്രശ്നമൊന്നും എന്റെ ഭാര്യയ്ക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വിശ്വസിക്കണം. അങ്ങനെ എല്ലാവരും വിശ്വസിക്കാവൂ. അർച്ചന പ്രത്യേകിച്ചും. അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നും ഇനി അങ്ങോട്ട് സമാധാനപരമായ കുടുംബജീവിതം അവളെ കാത്തിരിക്കുകയാണെന്നും അവള് വിശ്വസിക്കണം. പക്ഷേ അവൾ അറിയുന്നില്ല ശരിക്കുമുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് ഇനിയാണെന്ന്. ഇനിയും പഴയ പോലെ എന്നോട് പെരുമാറിയ ഞാനും പഴയ അർച്ചനയാവും. താനെന്തായാലും തന്നോട് തെറ്റ് ചെയ്തയാളോട് ക്ഷമിച്ചു. ഇനി ആ അധ്യായം ഒന്ന് മടക്കിയേക്ക്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും അത് ആരാന്നറിയാത്ത ഒരു കൗതുകമുണ്ട് കേട്ടോ. നിന്റെ ചോദ്യത്തിന്റെ ഈ കൗതുകം ഞാൻ മാറ്റിത്തരാം. ഒരാളുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കൂടെ നിന്ന് ചതിച്ചു തോൽപ്പിക്കുന്നത്. അവര് കരയുമ്പോ ഉള്ളിൽ ചിരിച്ച് നമ്മളും അവർക്കൊപ്പം കരയണം. അവര് ചിരിക്കുമ്പോ ഉള്ളിലെ അമർഷം മറച്ചുവെച്ച് നമ്മളും ചിരിച്ച മുഖവുമായി അവർക്കൊപ്പം നിൽക്കണം. പുറമേ ചിരിച്ച് ഉള്ളിൽ മറ്റൊന്നുമായി നടക്കുന്ന ഒരാളും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഇനി വന്നാലും അതിനെ എങ്ങനെ തടയണമെന്ന് എനിക്കറിയാം. നിനക്കറിയാത്ത കാര്യങ്ങൾ ഓരോന്നായി നീ പഠിക്കാൻ പോവാ അർച്ചന. ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഒരേടത്തിയുടെ സ്നേഹം തന്നോണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. അർച്ചനെ വെള്ള പുതപ്പിച്ച് വൃന്ദാവനം വീട്ടിലേക്ക് കൊണ്ടുചെല്ലുന്നതാണ് ഇപ്പൊ ഞാൻ കാണുന്ന ആദ്യത്തെ സ്വപ്നം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാളിനോട് ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? അതൊക്കെ എനിക്കറിയാം. ഞാൻ അച്ഛനോട് പറഞ്ഞ അയാൾ ഇവിടെ നിന്ന് ഓടിക്കും. എന്താണ് മാളുക്കുട്ടിയുടെ പുതിയ പരാതി? നകുലേട്ടൻ എന്തിനാ വിവാഹത്തിന് മുൻപ് ഇവിടെ താമസിക്കുന്നെന്നാ മാള് ചോദിക്കുന്നത്. അതെ അച്ഛാ, അയാൾ ഇവിടെ നിന്ന് ഇറക്കി വിട്. അയാൾ ഇവിടെ വേണ്ട. അങ്ങനെ പറയല്ലേ മാളു. നകുല് നമ്മുടെ ഗസ്റ്റ് അല്ലേ. നമുക്ക് എത്ര താല്പര്യമില്ലാത്ത ആളായാലും ഗസ്റ്റ് ഈശ്വരന് തുല്യ. അവർക്ക് വേണ്ട കാര്യങ്ങള് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ചീത്ത ആളായാലും അങ്ങനെ തന്നെ വേണോ? അങ്ങനെയല്ല മോളെ. നകുല് മോള് പറയുന്നത് പോലെ ഒരാളാണെന്ന് യാതൊരു തെളിവുമില്ല. എന്റെ ഗംഗയുടെ മുത്തശ്ശിക്കും ഇവിടെ ബാക്കിയുള്ള എല്ലാവർക്കും നകുല് നല്ലവനാ. അപ്പോ നമ്മളായിട്ട് അയാളെ മോശം പറഞ്ഞ മറ്റുള്ളവർക്ക് അത് ഇഷ്ടാവില്ല. അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? അതൊന്നും വേണ്ട. പിന്നെ ഇനി അഥവാ നകുല് മോള് പറയുന്നത് പോലെ ഒരാളാണെന്ന് വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയ ബാക്കി അപ്പം നോക്കാം. പക്ഷെ എനിക്ക് നകുലിനെ കാണുമ്പോ ദേഷ്യം വരും. അതൊന്നും മോള് കാര്യാക്കണ്ട. അല്ലെങ്കിലും നകുലിനെ അധികം നാൾ ഇവിടെ കാണില്ല. വിവാഹം കഴിഞ്ഞാൽ എങ്ങേം കൊണ്ട് അയാൾ ഇവിടുന്ന് പോകും. അയ്യോ, ആഹാ, അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കത്തൊന്നുമില്ല. ഗംഗ എന്ന് എന്റെ കൂടെ നിന്നാ മതി. അതെങ്ങനെ ശരിയാവും ആളു? വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മൾ വീഴ്ച പോയേ മതിയാവും. അതുകൊണ്ടല്ലേ ഗംഗ അച്ഛനും കല്യാണം കഴിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നത്. ഗംഗയ്ക്കും അത് തന്നെ ഇഷ്ടം അല്ലേ ഗംഗ?
ഗംഗയുടെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ? പ്ലീസ് അച്ഛാ. നീ ഒന്നും മിണ്ടാതിരിക്കും മോളെ. ഗംഗയുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഈ അച്ഛന് ഗംഗയെ ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അതാ ഇങ്ങനെ എന്നെ പറയുന്നത്. ഗംഗ എനിക്ക് ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? ഗംഗ എനിക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗൗരിയുടെ ആത്മാവിനെ ഇനി തളയ്ക്കാൻ സാധിക്കില്ല എന്ന് ഗുരുവമ്മ പറഞ്ഞു അല്ലേ? അതെ, ഇനി ഗൗരിയുടെ ശക്തി കുറയ്ക്കാൻ മാത്രമേ സാധിക്കൂ. അതിന് ഈ ഏലസ് വീടിന്റെ തെക്ക് ഭാഗത്ത് കുഴിച്ചിടാൻ പറഞ്ഞു ഗുരുവമ്മ. സമയം കളയണ്ട നാത്തൂനെ, ഉടനെ തന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കാം. അവക്കിപ്പോ ഒടുക്കത്തെ ശക്തിയാ. കുറെ നേരം എന്നെ പൊക്കി നിർത്തിയിട്ട് ഇപ്പൊ താഴെ ഇറക്കിയുള്ളൂ. എനിക്കിനി പറക്കാൻ വയ്യ. നമ്മൾ കരുതും പോലെ അത്ര ഈസിയായി ഇത് കുഴിച്ചിടാനൊന്നും സാധിക്കില്ല. അതെന്താ? ഗൗരിയുടെ ശക്തി കുറയ്ക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ ശ്രദ്ധിച്ചിരിക്കുകയാവും. ഏലസ് കുഴിച്ചിടാൻ നമ്മൾ ശ്രമിക്കുന്നത് കണ്ട അവൾ ഉറപ്പായി നമ്മളെ ആക്രമിക്കും. എന്നാ ഇനി ഇന്ന് കുഴിച്ചിടണ്ട നാത്തൂനെ. അതെന്താ? ഒരാക്രമണം കൂടി ഇന്ന് താങ്ങാനുള്ള ശേഷി എനിക്കില്ല. അവൾ എന്നെ താഴെ നിർത്തിയിട്ട് കുറച്ച് സമയമായല്ലേ ഉള്ളൂ. പേടിച്ചൊന്നും ചെയ്യാതിരുന്നാൽ അവൾ കൂടുതൽ കൂടുതൽ ശക്തിയായിക്കൊണ്ടേയിരിക്കും. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഉടനെ തന്നെ നമുക്കിത് കുഴിച്ചിടണം. ഇതുകൊണ്ട് അവളുടെ ശക്തി കുറയോ? അതോ ആ ഗുരുവമ്മ കണ്ണുരുട്ടി നമ്മളെ പറ്റിക്കുന്നതാണോ? സത്യം പറഞ്ഞ ഇതുവരെ അവരെ കൊണ്ട് ഗൗരിയെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഗുരുവമ്മ ചെയ്തു തന്ന പല ബന്ധനങ്ങളും ആരൊക്കെയോ പൊട്ടിച്ചു കളഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ ഗൗരിയെ സഹായിച്ചാണ് അവൾ ഇത്രയും ശക്തിയായത്. അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഗൗരിയുടെ ശല്യം ഗുരുവമ്മ അവസാനിപ്പിച്ചേനെ. അതെ, ഇനി അതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇത് കുഴിച്ചിട്ട് അവളുടെ ശക്തി കുറയ്ക്കണം. എങ്കിൽ അങ്ങനെ ചെയ്യാം. ശക്തി കുറഞ്ഞാലും അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല ഉൾഭയമുണ്ട്. വീണ്ടും അവൾക്ക് എങ്ങനെയെങ്കിലും ശക്തി കൂടുന്നതിന് മുമ്പ് അവളെ ഇല്ലാതാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. ഹിന്ദി അറിയാവുന്ന ഏതെങ്കിലും ബംഗാളിയെ നോർത്ത് ഇന്ത്യക്കോ നാത്തും പറഞ്ഞ മറ്റേ സ്ഥലത്തേക്കോ അയച്ചിട്ട് കൊള്ളാവുന്ന ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് നമുക്ക് പൂജ നടത്താം. പിന്നെയും മണ്ടത്തരം പറയാതമ്മേ. അങ്ങനെ ആരെയും പറഞ്ഞു വിട്ടാലൊന്നും നല്ല ആളെ കിട്ടില്ല. അതിന് നമ്മൾ തന്നെ പോണം. എന്നാ പോകാം. എനിക്കിവിടെ ഇങ്ങനെ പേടിച്ചു കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്റെ ടെൻഷൻ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിന്റെ മോതിരത്തിന് ശക്തി കുറഞ്ഞെന്ന് പറഞ്ഞാലും നിന്നെ ഗൗരി കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, നാത്തുനെയും ചെയ്യുന്നില്ല. ഉപദ്രവം മുഴുവൻ ഇപ്പൊ എന്റെ നേരെയാ. എന്റെ ദേഹം എന്താ എനിക്ക് ഭ്രാന്ത് വരും. പിന്നെ പിശാചോ പ്രേതോന്നൊന്നും ഞാൻ നോക്കില്ല, കോടിച്ചു കീറും. അവൾ എപ്പോഴെങ്കിലും പൂച്ചയായിട്ടോ പുലിയായിട്ടോ വരുമല്ലോ, ഒപ്പ കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഇതൊക്കെ ഗൗരി കേൾക്കുന്നുണ്ടാവും. അയ്യോ, ഒരാവേശത്തില് പറഞ്ഞു പോയതാ. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാണേ. ഇനി സമയം കളയണ്ട. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോ. ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് ഈ ഏലസ് കുഴിച്ചിടണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ നിന്റെ മുത്തശ്ശിയാ. എന്റെ മോൾ എന്നെ മറന്നോ? മുത്തശ്ശിയാ മോളെ.
ഇത്ര പെട്ടെന്ന് ഈ മുത്തശ്ശി മോള് മറന്നു കളഞ്ഞല്ലോ. ഈ മുത്തശ്ശിയെ രക്ഷിച്ചതൊക്കെ മോള് മറന്നോ? എത്രയോ രാത്രികൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടന്നല്ലേ എന്റെ മോൾ ഉറങ്ങിയത്. മുത്തശ്ശിയെ കൊണ്ട് കഥകൾ പറയിപ്പിച്ചില്ലേ. എന്റെ മോൾ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? മോളുടെ വീട്ടുകാരെയും പിന്നെ മോളുടെ മുത്തശ്ശിയെ പറ്റിയും എന്തെല്ലാം ഈ മുത്തശ്ശിയോട് പറഞ്ഞു. ദേ വല്യമ്മ ചൂട് ചായ കാലിലൊഴിച്ച കാര്യം മുത്തശ്ശി മരുന്ന് വെച്ചത് മോള് പറഞ്ഞു കേട്ടപ്പോ ഈ മുത്തശ്ശി എന്തോരം കരഞ്ഞു. മുത്തശ്ശി മുത്തശ്ശി ഇപ്പൊ മുത്തശ്ശിയെ മോൾക്ക് ഓർമ്മ വന്നോ? മുത്തശ്ശി ഞാൻ മറക്കോ? അയ്യോ മുത്തശ്ശി. മുത്തശ്ശി എവിടെയായിരുന്നു? മുത്തശ്ശി ഞാൻ പിന്നെ കണ്ടതേയില്ല. ഞാൻ മോളെയും കണ്ടില്ല. സഞ്ജുട്ടാ. അയ്യോ അയ്യോ മോളെ, എന്താ മോളെ? എന്താ പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ലച്ചു ലച്ചു മോളെ. ലച്ചു 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 അയ്യോ എന്താ മോനെ, നോക്കെന്താ പറ്റി? അവൾക്ക് തിരിച്ചറിവ് വന്നു അങ്ങളെ. അങ്കിൾ ഡോക്ടറെ വിളിക്കേ. ലച്ചു ലച്ചു അമ്മ വാ. ലച്ചു വാ ലച്ചു വരാൻ. ലച്ചു കയ്യിലേക്ക് ഒഴിച്ചേ. ലച്ചു ലച്ചു വാ അമ്മേ. എന്താ അവൾക്ക് പറ്റിയത്? ദേ നമ്മൾ ഇനി ഇവിടെ നിക്കണ്ട. അമ്മ വാ. നീ എന്താ ഈ പറയുന്നത്? പോകാനോ? നമ്മൾ ഇനി ഇവിടെ നിക്കാൻ പാടില്ലമ്മേ. കൂടുതലൊന്നും അമ്മ ചോദിക്കാൻ നിക്കണ്ട. വന്നേ വാ. എന്താ പ്രഭേ? ഡോക്ടർ, പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം ഉണ്ടായി. ലക്ഷ്മിക്ക് ഓർമ്മ നഷ്ടമായ സമയത്ത് അടുപ്പമുള്ള ഒരു സ്ത്രീയെ ഇവിടെ വെച്ച് കണ്ടു. അവരോട് തിരിച്ചറിയുന്ന രീതിയിലാണ് അവൾ ബിഹേവ് ചെയ്തത്. ഓ വെരി ഗുഡ്. പക്ഷേ ഉടനെ അവള് അൺകോൺഷ്യസ് ആയി വീണു. പ്രഭ വരൂ. സഞ്ജു, അമ്മ എവിടെ? അവളെ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ബോധം തെളിഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ സ്ത്രീയെ അന്വേഷിച്ചാ വന്നത്. ദക്ഷയുടെ അമ്മയെ. അല്ല, അവരവിടെ? ദക്ഷ അവരെയും കൊണ്ട് കടന്നു കളഞ്ഞായിട്ടാ തോന്നുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഭീഷണിപ്പെടുത്തിയാൽ ഉടനെ ഞങ്ങളങ്ങ് വരളൂന്നാണോ? അതുകൊണ്ട് ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ജാസ്മിൻ. ഉമ്മാക്കിയൊന്നും അല്ല ആന്റി, തെളിവുകളാണ്, തെളിവുകൾ. ഈ പെൻഡ്രൈവ് കണ്ടോ? ഇതിലുള്ളിലെ നിങ്ങള് ഈ കുടുംബത്തിനെതിരെ നടത്തിയതും ഇനി നടത്താൻ പോകുന്നതുമായിട്ടുള്ള ചതിയുടെ കഥകളാണ്. ഇതൊന്നും ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. നിങ്ങൾ അനിയനും ചേച്ചിയും കൂടെ ഡിസ്കസ് ചെയ്തതാ. നിങ്ങളുടെ ആ സംഭാഷണം ഞാൻ എന്റെ മൊബൈൽ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു വെച്ചു. പക്ഷേ ആ പാർവതി കാരണം ഞാൻ രഹസ്യമായി ചെയ്ത ആ പ്രവൃത്തി പുറത്തായി.
നിങ്ങളെക്കാൾ ഒരു മുഴം മുന്നേ ചിന്തിക്കുന്നവളാണ് ഞാനെന്ന് നിങ്ങൾ ഓർത്തില്ല. നിങ്ങള് ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്ന വീഡിയോ നഷ്ടപ്പെട്ട എനിക്ക് നിങ്ങൾക്കെതിരെയുള്ള വലിയൊരു പിടിവള്ളിയാണ് നഷ്ടപ്പെടുക എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ഒരു കോപ്പി അപ്പൊ തന്നെ ഞാൻ പെൻഡ്രൈവിലാക്കിയിരുന്നു. ആ പെൻഡ്രൈവാണ് ഇത്. ജിതിനേട്ടനെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ പെൻഡ്രൈവിലെ വിഷ്വൽസ് ഇവിടെ എല്ലാവരെയും ഞാൻ കാണിക്കും. ശരിക്കും നിങ്ങൾ ആരാണെന്ന് ഇവിടെ ഉള്ളവരെ അറിയിക്കും. നിങ്ങളുടെ മുഖംമൂടി ഞാൻ പിച്ച് ചീന്തും. കഷ്ടം. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ജാസ്മിനെ, നീ ഇപ്പൊ കാണിച്ചത് ട്രെയിലർ. ഞങ്ങളിപ്പോ കാണിക്കാൻ പോകുന്നത് സിനിമയാണ്. സിനിമ. ചേച്ചി, എന്തോ അതൊന്നും എടുത്ത് കാണിച്ചു കൊടുത്തേ. ദാ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് വേണ്ട. പിന്നെ ഞാൻ എന്ത് വേണം? എല്ലാം അവസാനിപ്പിച്ച് എന്റെ മോഹങ്ങളൊക്കെ മനസ്സിലൊതുക്കി ഇവിടെ നിന്ന് പടിയിറങ്ങണം. അങ്ങനെ ഇറങ്ങേണ്ടി വന്ന ജാസ്മിൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചാവുന്നതാ നല്ലത്. വിശാലിന് വിവാഹം കഴിച്ച് ഇവിടത്തെ സ്വത്തുക്കളെ നേടിയെടുക്കണം ഉറച്ചാണ് ഞാനിവിടെ വന്നിട്ടുള്ളതെങ്കിൽ എനിക്കത് നേടിയെടുക്കണം. അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. പ്രഭാവതി, നീ അങ്ങ് വിട്ടേക്ക്. നീ പിടിമുറുക്കേണ്ടത് വിശാലിനെയാണ്. നിന്നെ വിവാഹം കഴിക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുള്ളതാണല്ലോ. അതെന്തായി എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അവനോട് ചോദിക്കണം. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂന്നും പറഞ്ഞ് നീ വാശി പിടിക്കണം. അവനെ കൊണ്ട് വിവാഹത്തിനുള്ള ഒരു ഡേറ്റ് നീ ആയിട്ട് തന്നെ പറയിപ്പിക്കണം. അതാണ് നിന്റെ മിടുക്ക്. അതിന് നിനക്ക് സാധിക്കില്ലേ ജാസ്മിൻ? എനിക്ക് സാധിക്കും. അവനെ ഒഴിഞ്ഞു മാറാൻ നീ വിടരുത്. ഇല്ല, ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനെ വിളിക്കാം. ജാസ്മിൻ പുതിയ നാടകത്തിനുള്ള ഒരുക്കത്തിലാണല്ലോ. ഇത് ഇപ്പൊ തന്നെ പാറുവിനെ അറിയിക്കണം. ആറു, എന്താ മണിക്കുട്ട പറയേ? നീ ഇങ്ങനെ ഇവിടെ വീട്ടു ജോലിയും ചെയ്ത് കഴിഞ്ഞോ? അവിടെ ജാസ്മിൻ നിന്റെ ഭർത്താവിനെ വിവാഹം കഴിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? ജാസ്മിൻ എന്റെ ഭർത്താവിനെ, എന്റെ വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നോ? അതെ. നീ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസായില്ലേ? ഏയ്, എനിക്ക് നിന്നെ അവിശ്വാസമൊന്നുമില്ല. പിന്നെന്താ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നെ അറിയിച്ചിട്ടും നിനക്ക് തീരെ ചൂടില്ലാത്തത്? ഞാൻ എന്തിനാ ചൂടാവുന്നേ? എന്റെ പാറു,
നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ജാസ്മിൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രണ്ടു ദിവസത്തേക്കെങ്കിലും നമ്മൾ മാറി നിൽക്കുന്നതേ നമ്മുടെ പച്ചക്കറി കടയ്ക്ക് പ്രശ്നമാണ്. 2 ദിവസം തുടർച്ചയായി കട അടച്ചിടാന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടല്ലേ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പയ്യൻ വന്ന് രാവിലെ കട തുറക്കും. നടക്കുന്ന കച്ചവടം നടക്കട്ടെ. കൂട്ടിയിട്ടല്ലേ പച്ചക്കറിയൊക്കെ ചീത്തയാവും. ചെറിയ നഷ്ടമൊക്കെ വരും. പക്ഷെ ഇപ്പോ നമുക്ക് പ്രധാനം ശ്യാമയുടെ പാട്ടാ. ഇതുപോലുള്ള അവസരം അപൂർവമായിട്ടല്ലേ കിട്ടൂ. എന്റെ കൃഷ്ണന്റെ മധുരയിൽ എന്റെ കണ്ണിന്റെ പുണ്യഭൂമിയിൽ പാടാൻ അവസരം കിട്ടാന്ന് പറഞ്ഞ GK സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോളെ ഇതുകൂടി വെച്ചേക്ക്. നല്ല തണുപ്പുള്ള സ്ഥല. കിട്ടുന്നിടത്തുനിന്ന് ചുക്ക് കാപ്പിയോ ചൂടുവെള്ളമോ എടുത്ത് വെക്കാം. ഹലോ, ക്ഷേത്രത്തിൽ നിന്ന് ശങ്കരന. ആ മനസ്സിലായി. എന്താ വിളിച്ചേ? വാസുവേട്ടനെ പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയിന്നോ? കൃഷ്ണന്റെ തിരുവാഭരണം രാത്രി മോഷണം പോയി. വാസുവേട്ടനെ സംശയം. ആളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. എന്താ ശമേ? എന്താണ് നീ കാര്യം പറയുന്നുണ്ട്? എന്താന്ന് പറ. എന്താ? അച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. പോലീസ് കൊണ്ടുപോയെന്നോ? എന്താ? തിരുവാഭരണ മോഷണം പോയെന്ന്. അച്ഛനെ സംശയം. അല്ല, ആരാ എന്താന്ന് വ്യക്തമായിട്ട് അറിയാതെ അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്ന വെച്ചാ? എന്താന്ന് എനിക്കറിയില്ല. എന്റെ കൃഷ്ണ, എന്ത് പരീക്ഷണ. എനിക്കിപ്പോ വാസുവേട്ടനെ കാണണം. എന്ത് സംഭവിച്ചെന്ന് എനിക്കെന്ന് അറിയണം. ഞാൻ അഖിൽ സാറും കൂടി എന്താന്ന് അറിഞ്ഞിട്ട് വരാം. അമ്മ ഒന്ന് സമാധാനമായിട്ട് നിക്ക്. താൻ വരണ്ട, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഞാനും കൂടെ. സാരമില്ല, ഇത് വെറും സംശയത്തിന്റെ പേരിലാവും. അച്ഛനാണല്ലോ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാനിപ്പോ വരാം. സാർ ഞാനും കൂടി വന്നോട്ടെ? വേണ്ട ശമേ, ഞാൻ അവിടെ ചെന്ന് വേണ്ടത് ചെയ്യാം. അച്ഛനെ കൂട്ടി ഞാൻ ഇപ്പൊ വരാം. താനൊരു കാര്യം ചെയ്യും, പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഒന്നും മുടക്കണ്ട. അമ്മേ കരയണ്ട, ഞാൻ അച്ഛനെയും കൂട്ടി പെട്ടെന്ന് വരാം. എന്റെ മോള് കണ്ണാ, നിന്റെ അടുത്തേക്ക് ഞാൻ വരാനിരുന്നപ്പോ നീ വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ?
എന്റെ കൃഷ്ണ, എന്റെ വാസുവേട്ടൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാസുവേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇപ്പൊ പോലീസ് സ്റ്റേഷനില്? ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ ഭഗവാനെ. അച്ഛനെ അവര് തല്ലുവോ അമ്മേ? അറിയില്ല മോനെ, ഒരു ഓർത്തിട്ട് എനിക്ക് വയ്യ. അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും വരാനുള്ളത് വന്നു. ഇനി എങ്ങനെ അച്ഛനെ അതിൽ നിന്ന് രക്ഷിക്കാം, അതല്ലേ നമ്മൾ നോക്കേണ്ടേ? എന്നാലും മോളെ, അമ്മേ അഖിൽ സാർ അതിനല്ലേ പോയിരിക്കുന്നേ. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഉറപ്പായും അച്ഛൻ അവരെ വിട്ടയക്കും. അഖിലേട്ടൻ വന്നു. അല്ല, അച്ഛനെവിടെ? വാസുവേട്ടൻ അവരെ വിട്ടയച്ചിലേക്ക് മോനെ. ഇല്ലമ്മേ, വിട്ടില്ല. അതിന് അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല എന്ന് നമുക്കറിയില്ലേ? സംഗതി ശരിയാണ്, പക്ഷേ കേസ് അല്പം സ്ട്രോങ്. രാത്രി ക്ഷേത്രത്തില് അച്ഛനും സെക്യൂരിറ്റി മാത്രം ഉണ്ടായിരുന്ന. രാവിലെ സെക്യൂരിറ്റിയെ കാണാനില്ല. തിരുവാഭരണം തിരിച്ചു കിട്ടിയിട്ടുമില്ല. അതിനൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ പോലീസ് അച്ഛനെ റിലീസ് ചെയ്യൂ. അപ്പൊ അച്ഛൻ ഇന്ന് രാത്രി സ്റ്റേഷനിലെ സെല്ലിൽ കഴിയണമെന്നാണോ? അതിനിടയ്ക്ക് അച്ഛനെ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിജയിച്ച ഭാഗ്യം. സാർ, ഞാൻ JK സാറിനെ ഒന്ന് വിളിക്കാം. മധുരയിലെ പ്രോഗ്രാമിന് എത്തില്ല എന്ന് പറയാം. അച്ഛൻ ഇങ്ങനൊരവസ്ഥയില് എനിക്ക് പാടാൻ വയ്യ. JK സാറിനെ വിളിച്ച് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനോ? എന്ത് മണ്ടത്തുര ശ്യാമേ നീ പറയുന്ന? അച്ഛൻ ഈ വീട്ടിൽ തിരിച്ചെത്താതെ ഞാൻ എങ്ങോട്ടുമില്ല. ആദ്യ ശ്യാമ, ഞാൻ പറയുന്ന കേൾക്ക്. ശ്യാമ കൃത്യസമയത്ത് മധുരയിൽ പോകുന്നു, പ്രോഗ്രാമിൽ പാടുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തോളാം. ശ്യാമ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വേണ്ട. എയർപോർട്ടിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഫ്ലൈറ്റിൽ കയറുന്ന കാര്യമൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്യാമ, പോകാനുള്ള കാര്യം നോക്ക്. അയ്യോ സാർ, ഒന്നും പറയണ്ട, വേഗം റെഡിയാവ്. ഞാൻ ശ്യാമയെ എയർപോർട്ടിലാക്കിയിട്ടേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് ദുരുദ്ദേശമാണെന്ന് ആർക്കറിയാം? ദുരുദ്ദേശോ? നീ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞുണ്ടല്ലോ. ഇയാൾ എന്തെന്നെ മൂക്കിലേക്ക് വലിച്ചു കയറ്റോ? നീ രാവിലെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അവഗണിച്ചിട്ട് പോയില്ലേ? അപ്പം മുതലേ ഒരു വിഷമമാ. അതുകൊണ്ടാ ക്ലാസ് കഴിയുന്ന സമയം നോക്കി ഇവിടെ കാത്തു കിടന്നത്. നിനക്ക് എന്നോടൊന്നും ഇല്ലെന്നറിയാം, പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അയ്യോ ആണോ? എന്നാ ഞാനത് വരവ് വെച്ചിരിക്കുന്നു. രാവിലെ എന്നെ പെരുവഴിയിലല്ലേ ഇറക്കി വിട്ടത്. അതുകൊണ്ട് ഇനി അവിടെ തന്നെ വണ്ടിയിട്ട് കാത്തു നിന്നാ മതി. ഞാൻ വന്ന് കയറിക്കോളാം. കയ്യിന്ന് വിട് മുരളേട്ടാ. നിന്നെ പിക്ക് ചെയ്യാൻ ഇവിടെ വരെ വരാൻ അറിയാമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനും എനിക്കറിയാം. വന്ന് കയറിങ്ങോട്ട്. മനസ്സില്ല എനിക്ക്. വിട. വിടാൻ വിടാന്നല്ലേ പറഞ്ഞത്? വെറുതെ ബലം പിടിക്കല്ലേ. എന്താടാ ഇവിടെ?
എന്താടാ പട്ടാപ്പകരം നീയൊക്കെ പെമ്പിള്ളേരെ ശല്യപ്പെടുത്താൻ ഇറങ്ങിയിരിക്കണോ? എല്ലായിടത്തും കാണും ഇതുപോലുള്ള പൂവാലന്മാര്. മാനം മര്യാദയ്ക്ക് വഴി നടക്കുന്ന പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ. എന്താണ് വിളിച്ചു നോക്കുന്നത്? മര്യാദയ്ക്ക് കൈയെടുക്കണ. അവിടെ എന്തോ പ്രശ്നം നടക്കുവാണെന്ന് തോന്നല്ലോ. നമുക്ക് പോയി നോക്കാം. വാ. എന്താ മോളെ പ്രശ്നം? ചേട്ടാ അത് പിന്നെ എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. ഞങ്ങൾക്ക് ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് സംസാരിക്കുകയായിരുന്നു. അതിനിടയില് നിങ്ങൾ ആരും ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് ശരി. എന്നാലേ കുടുംബ പ്രശ്നങ്ങളെ നടറോട്ടി വെച്ചല്ല തീർക്കേണ്ടത്. ഭാര്യമാരുടെ അടുത്ത് ബലം പിടിക്കാൻ നോക്കുകയല്ല വേണ്ടത്, അടുപ്പത്തോടെ പെരുമാറുക വേണ്ടത്. മനസ്സിലായോടാ? ദേ ഈ കുട്ടിയുടെ മുഖം കണ്ടാ അറിയാലോ എത്ര മര്യാദക്കാരിയായ കുട്ടിയാന്ന്. ഇവന്റെ മുഖത്താണെങ്കിൽ ഒരു കള്ള ലക്ഷണമുണ്ട്. അല്ല, എവിടാ മോളെ നിന്റെ വീട്? ഇത് നിന്റെ ഭർത്താവ് തന്നെയാണോ? ഏയ് അല്ല ചേട്ടാ. ആ അങ്ങനെ വരട്ടെ. മോളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പൂവാലനാണ് ഇവനല്ലേ? എടി ഭയങ്കരി, നീ മിണ്ടരുത് നാറി. ദേടാ വന്നേ. എന്തു പറ്റി? എന്താ ഏട്ടാ ഇവിടെ പ്രശ്നം? അതെ, ദേ ഇവൻ പട്ടാപ്പകൽ ഈ പെങ്കൊച്ചിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവാൻ നോക്കുക. എന്റെ പൊന്നു ചേട്ടന്മാരെ, സത്യമായിട്ടും ഇവളെന്റെ ഭാര്യയാ. വീട്ടിൽ വഴക്കായതുകൊണ്ട് ഇവള് സമ്മതിക്കാത്തതാ. മിണ്ടരുത് പറഞ്ഞില്ലടാ. ഈ പെങ്കൊച്ച് പറഞ്ഞല്ലോ നീ ആരുമല്ലാന്ന്. പെങ്ങള് പോക്കോ, ഇവനുള്ള ഡോസ് ഞങ്ങള് കൊടുത്തോളാം. താങ്ക്സ് കേട്ടോ. നിങ്ങളേക്ക് ഈശ്വരനെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ ചെയ്ത കുറ്റത്തിന് ആവശ്യത്തിന് വാങ്ങിച്ചോ. പോട്ടെ. എടി രാക്ഷസി, നീ എന്നെ നീ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകല്ലടാ. ഞങ്ങളുടെ കൺമുന്നിൽ സത്യം പറഞ്ഞിട്ട് പോടി. കൊടുത്തിട്ട് പോണോടി. നിക്കടി അവിടെ നിക്കാൻ. എന്നാ തുടങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിനെ ആർക്ക് വേണം നിങ്ങളുടെ നന്ദി? ആദ്യം കാശ്, എന്നിട്ട് മതി ചിത്രം കൈമാറുന്നത്. താനേ ഒരു ചെകുത്താനാ, അതെനിക്ക് നന്നായിട്ടറിയാം. തന്നെ ഇനി ഒരിക്കലും കാണരുതെന്നാ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ പടങ്ങൾ വരച്ചത് ചിത്രകല എന്റെ തൊഴിലായതുകൊണ്ട് മാത്രമാ. മതി മതി, നീ ചെയ്ത തൊഴിലിനുള്ള ശമ്പളം എത്രയാണെങ്കിലും ഞാൻ തരാന്ന് പറഞ്ഞാണല്ലോ. പിന്നെ എന്തിനാണ് ഈ അധിക പ്രസംഗം? അധിക പ്രസംഗമാണോ ആവശ്യ പ്രസംഗമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ഈ കൈകളെ ഈശ്വരൻ അറിഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാ ഭൂമിയിലേക്ക്. അതുകൊണ്ട് എന്റെ വില ഞാനാ തീരുമാനിക്കുന്നത്, താനല്ല. ശരിടാ, ഒരു പടത്തിന് 1 ലക്ഷം വെച്ചല്ലേ നീ അപ്പൊ ചോദിച്ചത്? അത്യാർത്ഥം കൊണ്ട് നീ ചോദിച്ച എല്ലും കഷ്ണം വലിച്ചെറിഞ്ഞേറെ മേഘൻ സാറിന് റെഡിയാണല്ലോ. ദേ ഇരിപ്പുണ്ട് നിന്റെ പണം. ആ 2 ലക്ഷം എടുത്ത് കൊടുത്തേക്ക്. അതും വാങ്ങി ചിത്രങ്ങൾ ഏൽപ്പിച്ച് വേഗം സ്ഥലം വിട്ടോണം. ഇനി മേലിൽ നീ എന്റെ കൺമുന്നിൽ വന്നേക്കരുത്. അങ്ങനെ 2 ലക്ഷം ഉലുവേലേ എന്നെ വിലക്കെടുക്കാന്ന് കരുതണ്ട ആരും. കഴിഞ്ഞ തവണ 3 ചിത്രങ്ങളാണ് ഞാൻ വരച്ചത്. അവയെല്ലാം താൻ നശിപ്പിച്ചു. എനിക്ക് ഭ്രാന്ത് കയറി ഞാൻ വരച്ചതാണെന്നാ താൻ പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ? അന്ന് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ചിത്രങ്ങളുടെ പണം കൂടി ഇന്ന് ഞാൻ തന്നെ കൊണ്ട് എണ്ണി വയ്പ്പിക്കും. ഓ, ഇപ്പോഴത്തെ 2ഉം അപ്പോഴത്തെ 3, അങ്ങനെ രൂപ 5 ലക്ഷം എന്റെ കൈവെള്ളയിൽ വച്ച് തന്നേ പറ്റൂ. എങ്കിലേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് കണി കാണാൻ തരൂ ഞാൻ. ഓ, അപ്പം വെൽ പ്ലാൻ ചെയ്തിട്ടാണല്ലേ നിന്റെ വരവ്? സന്ദർഭം വെച്ചൊരു വില പേശം. എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളാൻ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ഈ വെല്ലുവിളിക്ക് ഞാൻ തല കുനിച്ചാൽ
ഈ മേഘനാഥൻ ആണല്ലാതായി പോകും. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇവിടെ വച്ചിട്ട് ആദ്യം പറഞ്ഞ തുകയും വാങ്ങി പോവാൻ നോക്ക്. പെട്ടെന്നാവട്ടെ. നടക്കില്ല സാറേ, നടക്കില്ലത്. ഫുൾ 5 ലക്ഷം എന്റെ ഈ കയ്യിൽ തരാതെ നിങ്ങളെ ഈ പടം പോലും കാണിക്കില്ല ഞാൻ. വെറുതെ വാശി കാണിക്കരുത് എന്നോട്. ആ അതെ, അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. 1 രൂപ കൂടി അധികം ഞാൻ തരില്ല നിനക്ക്, അഹങ്കാരി. വരച്ച പടം ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഭീഷണിയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, ഭീഷണി തന്നെയാ. മര്യാദയ്ക്ക് അതവിടെ വയ്ക്കാതെ നീ ഇനി ഈ മുറിയിൽ നിന്ന് തിരിച്ചു പോവില്ല. സംശയമുണ്ടോ തനിക്ക്? ഒരു സംശയമില്ല. താൻ ചതിക്കാൻ മടിയില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിന്റെ മറുപടി ദാ ഇതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.